Hi friends, welcome to Mobile and Tricks. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയധികം എടാ അനീഷ നീ എപ്പോഴും ഇങ്ങനെ ടെക് വീഡിയോസ് ഒക്കെ ചെയ്യാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കടാ. എടാ ഒന്ന് ഉഷാറാക്കടാ നീ. ഉഷാറാക്കാനാ ദൈവമേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പല ആളുകളുടെയും വീട്ടിൽ കാറുകളുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള കാറുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ ഒരു ബിസിനസ് ക്ലാസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ കാറുകൾ എന്ന് പറയുന്നത് അവരുടെ നിലയും വിലയും സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ടാണ് അവർ വീട്ടിലെ കാറ് മേടിക്കുന്നത്. കാരണം അവർക്ക് മാത്രം യാത്ര ചെയ്താൽ പോരാ, മറ്റുള്ളവർ കാണുന്ന സമയത്ത് അവരൊട്ടും കുറച്ച് കാണാൻ പാടില്ല. അത്തരത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു കാറാണ് ഇത്. കാർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് എ കാർ, ഇറ്റ്സ് എ കാർ. ഇത് കാറാണെന്ന് പറഞ്ഞ ആദ്യം, പിന്നെ ഇത് കാറല്ല എന്ന് പറഞ്ഞു. എന്തോന്നാണ് ഇത്? എടാ ഇത് കാറ് തന്നെയാണ്, പക്ഷെ സാധാരണപ്പെട്ട ഒരു കാറല്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ലെവലിലുള്ള ഒരു കാറാണ് റോൾസ് റോയ്സ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. റോൾസ് റോയ്സ്, ആഡംബരത്തിന്റെ അവസാന വാക്ക്. ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം റോൾസ് റോയ്സിന് എന്താണ് ഇത്ര പ്രത്യേകത? അതിനെക്കാട്ടിയും വില കൂടിയ ഒരുപാട് വണ്ടികളുണ്ടല്ലോ. പഗാനിയുടെ വണ്ടികളുണ്ട്, ബുഗാട്ടിയുടെ വണ്ടികളൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട്. പക്ഷേ ഈ റോൾസ് റോയ്സിന് എന്താണ് ഇത്ര പ്രത്യേകത? റോൾസ് റോയ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റുള്ള വണ്ടികളിൽ നിന്നെല്ലാം സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് റോൾസ് റോയ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റോൾസ് റോയ്സിന്റെ പ്രത്യേകത തുടങ്ങുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോൾ നിലമ്പൂരെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. റോൾസ് റോയ്സിന്റെ ഏറ്റവും അധികം അല്ലെങ്കിൽ ഭൂരിഭാഗം വുഡൻ ഫിനിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മരങ്ങളും നിലമ്പൂരിലെ തേക്കുകളാണ്. നിലമ്പൂരിൽ നിന്നാ ഒന്ന് പോടാ അവിടെ നിന്ന്. റോൾസ് റോയ്സ് എവിടെ കിടക്കുന്നു, നിലമ്പൂർ എവിടെ കിടക്കുന്നു? നിന്റെ ഒരു കാര്യം ഇവ വലിയ കുരിശാലോ, നമുക്ക് ഇവനെ ഓടിച്ചിട്ടാലോ? എടാ കാര്യമായിട്ട് എടാ നിലമ്പൂരിലെ തേക്കുകൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം ഡിമാൻഡുള്ള തേക്കുകളാണ്. ആ തേക്കുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ഡോറിന്റെ ഫിനിഷിംഗ് ഒക്കെ ചെയ്യുന്നത്. ആ തേക്കുകൾ ഉപയോഗിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടൊന്നുമില്ലല്ലോ, നമുക്ക് പറയുന്നതല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ഫീച്ചർ. ഓക്കെ, റോൾസ് റോയ്സ് കാറുകളെ മറ്റ് കാറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ലക്ഷറി സൈനാണ് സ്പിരിറ്റ് ഓഫ് എക്ടസി. നിങ്ങളിൽ പല ആളുകൾക്കും സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഗ്രില്ലിന് മുകളിൽ ബോണറ്റിൽ കാണുന്ന സൈൻ, ദിസ് ഈസ് സ്പിരിറ്റ് ഓഫ് എക്ടസി. 1910 ശേഷം ഇറങ്ങിയ റോൾസ് റോയ്സ് മോഡലുകളിലാണ് നമുക്ക് ഈ ഒരു സൈൻ കാണാൻ പറ്റുന്നത്. ആക്ച്വലി നമുക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് എക്ടസിക്ക് കോടിക്കണക്കിന് രൂപയാണെന്നാണ്. ഇത് പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം സ്പിരിറ്റ് ഓഫ് എക്ടസി എന്നുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റേറ്റിലും അവൈലബിൾ ആണ്. എക്സാമ്പിളായിട്ട് സിൽവർ ക്രോം കോട്ടഡ് ആയിട്ടുള്ള സ്പിരിറ്റ് ഓഫ് എക്ടസിക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം $2000 ആണ്. അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1,40,000 രൂപ വരെ വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു സ്പിരിറ്റ് ഓഫ് എക്ടസി ഹാൻഡ് മെയ്ഡ് ആണ്. പലതരത്തിലുള്ള സ്പിരിറ്റ് ഓഫ് എക്ടസി നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും വില കൂടിയ സ്പിരിറ്റ് ഓഫ് എക്ടസി 12 മില്യൺ ആണ്, 1,20,00,000. ഇത്രയും വില കൂടിയ സാധനം കാറിന് പുറത്തിരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകില്ലേ എന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. പക്ഷെ അടിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഈ ഒരു സാധനത്തിൽ കൈ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ടും ബോണറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം ഒരു പുറമെ ഒരു കവർ വന്ന് ഇത് ക്ലോസ് ആവുന്നതായിരിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിന് കാറ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മറ്റുള്ള കാർ കമ്പനികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഓഡിയോ അല്ലെങ്കിൽ BMW ഒക്കെ ഏത് കാർ എടുക്കുകയാണെങ്കിൽ തന്നെയും അതിന് ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള 6-7 കളർ കോമ്പിനേഷൻസ് ഉണ്ടാവും. ആ കളറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ റോൾസ് റോയ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കളറ് ഒരു കസ്റ്റമറിന് തിരഞ്ഞെടുക്കാൻ പറ്റും. 44,000 കളർ കോമ്പിനേഷനുകളിൽ ഈ കാറുകൾ അവൈലബിൾ ആണെന്ന് റോൾസ് റോയ്സിൻ്റെ തന്നെ വെബ്സൈറ്റിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല 5 ലെയർ പ്രൊട്ടക്ഷനിലാണ് കാറ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാറുകൾ പോലെ പെട്ടെന്ന് പെയിൻറ് മങ്ങത്തില്ല. അതുമാത്രമല്ല കംപ്ലൈൻസും കുറവാണ്. ലക്ഷറി എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കുക ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാറിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ലക്ഷറി എന്നതുകൊണ്ട് റോൾസ് റോയ്സ് ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. നോർമലി ഏതൊരു കാർ ഉണ്ടാക്കാനും ഒരു ദിവസം തന്നെ ധാരാളമാണ്. പക്ഷേ റോൾസ് റോയ്സ് ഉണ്ടാക്കാൻ 2 മാസം സമയമെടുക്കുന്നുണ്ട്. ഈ ഒരു കാറിന്റെ ഭൂരിഭാഗം ഡിസൈനുകളും ചെയ്യുന്നത് ഹ്യൂമൻ ഹാൻഡ് ഉപയോഗിച്ചാണ്, മനുഷ്യന്റെ കൈ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ സീറ്റിന്റെ ലെതർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ആൺമൃഗങ്ങളുടെ തോലാണ്. പ്രസവിക്കുന്ന മൃഗങ്ങളുടെ തോൽ എടുത്തു കഴിഞ്ഞാൽ ഗർഭിണിയാവുന്ന സമയത്ത് സ്ട്രെച്ചിങ് ഉണ്ടാവുമെന്നുള്ള കാരണത്തിലാണ്
സീറ്റ് നിർമ്മിക്കാൻ ആൺമൃഗങ്ങളുടെ തോല് സെലക്ട് ചെയ്യുന്നത്. മാത്രമല്ല ക്ലാസിക് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഡിജിറ്റൽ കൺസോൾ മീറ്റർ ആണ് ഈ ഒരു കാറിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കാണുന്ന റേഡിയേറ്റർ ഗ്രില്ല് ഉണ്ടാക്കിയിരിക്കുന്നതും ഹ്യൂമൻ ഹാൻഡ് ഉപയോഗിച്ചാണ്, കൈകൊണ്ട് തന്നെയാണ്. ഈ ഒരു ഗ്രില്ല് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പോളിഷ് ചെയ്യാനും കൂടിയിട്ട് 4 ദിവസം സമയം വേണം. അതുമാത്രമല്ല ഈ ഒരു ഗ്രില്ലിന്റെ റേറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും, 45 ലക്ഷം രൂപ. ഇത് ഓരോ മോഡലിനും വ്യത്യാസപ്പെട്ടിരിക്കും. നെക്സ്റ്റ് റോൾസ് റോയ്സിന്റെ ഡോർ. ഈ ഒരു ഡോറിന്റെ പ്രത്യേകത നല്ല വെയിറ്റ് ഉള്ള ഡോറാണ്. അതുകൊണ്ട് തന്നെ തുറക്കാൻ നമുക്ക് സാധാരണ പോലെ തുറക്കാൻ അടയ്ക്കാനൊന്നും പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് റോൾസ് റോയ്സ് തന്നെ അതിനകത്ത് ഒരു സ്വിച്ച് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ തുറക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടയ്ക്കും. അതുമാത്രമല്ല റോൾസ് റോയ്സിൻ്റെ ഡോറിൻ്റെ പ്രത്യേകത, ഈ ഡോറിനകത്ത് ഒരു കുടയുണ്ട്. നമുക്ക് അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ കുട എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ റോൾസ് റോയ്സിൻ്റെ ടയറിൻ്റെ പ്രത്യേകത, ടയർ എത്ര സ്പീഡിൽ കറങ്ങിയാലും ഇതിൻ്റെ സെൻറ്ററിൽ ഒരു RR എംബ്ലം ഉണ്ട്. റോൾസ് റോയ്സിൻ്റെ RR എംബ്ലം ഉണ്ട്. ഈ എംബ്ലം ഒരിക്കലും കറങ്ങത്തില്ല. മറ്റുള്ള എല്ലാ ബ്രാൻഡുകളെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എംബ്ലം ഒരുമിച്ച് കറങ്ങും, പക്ഷേ റോൾസ് റോയ്സിൻ്റെ എംബ്ലം ഒരിക്കലും കറങ്ങത്തില്ല. അത് എപ്പോഴും ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്നതായിരിക്കും. സിഗരറ്റ് വലിക്കുന്നവർക്ക് വേണ്ടി കാറിലൊരു ആഷ് ട്രേ സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ചാരം ഒരു പ്രാവശ്യം അതിനകത്ത് തട്ടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചാരം തട്ടാൻ നേരത്തെ തട്ടിയ ചാരം മുഴുവനായിട്ട് ക്ലീൻ ആയിട്ടുണ്ടാവും. അതൊരു ഫുള്ളി സെറ്റപ്പ് തന്നെയാണ്, നല്ല രസമുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാറിൻ്റെ സ്പീഡാണ്. ഒരു എക്സ്ക്ലൂസീവ് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുഗാട്ടി സുറാൻ്റെ സ്പീഡും അതുപോലെ തന്നെ റോൾസ് റോയ്സിൻ്റെ സ്പീഡും 400 km/h ആണ് വരുന്നത്. റോൾസ് റോയ്സ് കാറുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനയിലെ ഹോങ്കോങ്ങിലാണ്. റോൾസ് റോയ്സിൻ്റെ 6 എഞ്ചിൻ കാറുകളാണ് 1930-ലെ കാർ റേസിംഗിൽ വിന്നറായിരുന്നത്. മറ്റൊരു പ്രത്യേകത, റോൾസ് റോയ്സ് കാറുകൾക്ക് മാത്രമല്ല എഞ്ചിൻ നിർമ്മിച്ചിരുന്നത്, സിവിൽ എയറോസ്പേസ്, ഡിഫൻസ് എയറോസ്പേസ്, അതുപോലെ തന്നെ പവർ സിസ്റ്റം, മറൈൻ, ന്യൂക്ലിയർ, R2 ഡാറ്റ ലാബ് തുടങ്ങിയ പല മേഖലകളിലും റോൾസ് റോയ്സ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. റോൾസ് റോയ്സിന്റെ മറ്റൊരു പ്രത്യേകത, മറ്റുള്ള കമ്പനികളെ പോലെ കാറുകൾ സ്റ്റോക്ക് ചെയ്യാറില്ല. കസ്റ്റമർ ഏത് കാർ വേണമെന്ന് സെലക്ട് ചെയ്തതിനു ശേഷം മാത്രമേ റോൾസ് റോയ്സ് വർക്ക് ആരംഭിക്കുകയുള്ളൂ. റോൾസ് റോയ്സിന്റെ ചരിത്രം തൊട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്ന 2019-ലെ അവസ്ഥ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1904-ൽ ഹെൻറി റോയ്സും ചാൾസ് റോയ്സും കൂടി ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് റോൾസ് റോയ്സ്. ഈ കമ്പനിയുടെ ഓണർഷിപ്പ് മാറി മാറി വന്ന് ഇപ്പോൾ BMW-ന്റെ ഉടമസ്ഥതയിലാണ് റോൾസ് റോയ്സ് വർക്ക് ചെയ്യുന്നത്. റോൾസ് റോയ്സിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകതകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ തന്നെയായിരിക്കും. ജസ്റ്റ് ഒന്ന് റോൾസ് റോയ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചെറിയൊരു ഇൻഫർമേഷൻ നൽകിയത് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷനും ബെല്ലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.